ഹായ് ഗൈസ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതൊരു നോ നോൺസെൻസ് ഇൻ്റർവ്യൂ ആയിരിക്കും. അതായത് നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് എഡ്യൂപോർട്ടിൻ്റെ എത്തലുകളോ അല്ലെങ്കിൽ എത്ര സമയം പഠിച്ചു എന്നുള്ള ജനറിക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലുണ്ടാവില്ല. ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികളായിരിക്കും. ആൻഡ് അവരുടെ ഒക്കെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു IIT എത്തുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഇതേ ആഗ്രഹമായിട്ട് വന്നിട്ട് എഡ്യൂപോർട്ടിനെ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് IIT മദ്രാസ്, IIT റൂർക്കിയിലെത്തിയ 3 ആൾക്കാർ അവരുടെ ഒരു വർഷത്തെ ജേണിയും അതിന് മുന്നത്തതും അതിന് ശേഷമുള്ള കാര്യങ്ങൾ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ആൻഡ് നിങ്ങളൊരു IIT ആസ്പിരൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ശരിക്കും വേർത്തായിരിക്കും. എന്താ പറയേണ്ടത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? തുടങ്ങല്ലേ? സെറ്റ്. ഓക്കെ. അപ്പം ബേസിക്കലി നിങ്ങളൊരു ജേണിനെ നമ്മൾ 3 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത്. ഒന്നാമത്, ഈ തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് IIT കുറിച്ച് അറിഞ്ഞ് IIT സ്വപ്നം കാണാൻ തുടങ്ങി, പഠിക്കാൻ തീരുമാനിച്ച സമയം എപ്പോഴാണ് മിൻഹാദ്? IIT വഴി കേട്ടത് പറഞ്ഞാൽ 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് നോക്കുമ്പോൾ, റിസൾട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മീൻസ് കോഴിക്കോട് ഇവിടെ എല്ലാവരും CG പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് അപ്പോൾ കരിയറിൻ്റെ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോകണം. അപ്പോൾ അതിൻ്റെ മുമ്പ് മീൻസ് IIT നല്ലതാണ്, ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അങ്ങനത്തെ ആയിരിക്കും വിചാരിച്ചിട്ട് IIT പറ്റി അറിഞ്ഞു. പക്ഷേ +1 +2 എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അതിനെ പറ്റി അറിഞ്ഞത് 10ലാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇല്ല, JEE ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ബോർഡ് എക്സാം ലെവലിൽ നോക്കിയിരുന്നതാണ്. ആൻഡ് IIT തന്നെ വേണമെന്നുള്ള ഡിസിഷൻ എപ്പോൾ എടുത്തത്? +2 ശേഷം IIT തന്നെ വേണമെന്നല്ലേ. ഞാൻ ഇപ്പോൾ റിപ്പീറ്റിന് കയറുമ്പോൾ മീൻസ് NIT കാലിക്കറ്റ് CS എൻ്റെ വീടോടെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ പരിപാടി, അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ NIT കാലിക്കറ്റ് സീന് അവിടെ അടിപൊളിയുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടേന് മീൻസ് അവിടെ CS കിട്ടിയാൽ ഞാൻ ഹാപ്പിയുള്ള രീതിയിലേന് പഠിച്ചത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് അഡ്വാൻസിലായിരുന്നു നോക്കുന്ന പോലെ നോക്കി. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ബേസിക്കലി +2 കഴിഞ്ഞപ്പോൾ എന്ത് ഓപ്ഷൻ നോക്കാന്നോ NIT കാലിക്കറ്റ്, രാഗം, തത്വം എന്നൊക്കെ കേട്ടപ്പോൾ വീടിൻ്റെ അടുത്താണ്, പോയി വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൻ്റെ. ഋഷികേഷിൻ്റെ സ്ഥിതിയോ? ഋഷികേഷിന് എനിക്ക് തോന്നുന്നത് +2ൻ്റെ കൂടെ അത്യാവശ്യം പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അല്ലേ? +2 ലാസ്റ്റ് ഞാൻ നോക്കിയിരുന്നു. അന്നേരം പിന്നെ നമ്മൾ അത്ര IIT ഡ്രീം വന്നപ്പോഴാണ് IIT എനിക്ക് പിന്നെ എയറോസ്പേസ് ഇഷ്ടമായിരുന്നു. മീൻവെയിൽ ഋഷികേഷ് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് IIT മദ്രാസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യണം, എയറോസ്പേസ് കിട്ടണം എന്നുള്ളത്. ആൻഡ് IIT മദ്രാസിൽ എയറോസ്പേസ് ആണല്ലേ? ഓക്കെ. എയറോസ്പേസ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് വന്നത്? എനിക്ക് പണ്ട് ISRO അങ്ങനെയല്ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എയറോസ്പേസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് വന്ന് പിന്നെ തുടങ്ങുന്നേരം നമുക്ക് എല്ലാവർക്കും എന്തായാലും ഏതെങ്കിലും ഒരു IIT കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രീം ഉണ്ടാവും, കിട്ടുമെന്ന് അറിയില്ല. ബേസിക്കലി ISRO, മറ്റേ ചന്ദ്രയാൻ, അതൊക്കെ എന്തായിരുന്നു ഒരു സ്വപ്നം കണ്ട് നീ ചിലപ്പോൾ എവിടെയൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. ആൻഡ് IIT ആണ്, IITയിൽ എയറോസ്പേസ് ആണ് എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ. ഹരിയുടെ കേസിലോ? ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ സോഷ്യലിലൊക്കെ പഠിക്കണ്ടായിരുന്നു IIT വെച്ചിട്ടൊക്കെ. ഓക്കെ. അപ്പോൾ സാറ് പറയായിരുന്നു ഞാൻ IITയിൽ എത്തുമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ നിന്നോട് നിന്റെ സോഷ്യലിൻ്റെ സാറോ? സോഷ്യൽ. ഓക്കെ. അത് നല്ലൊരു പോയിന്റ് ആണല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ എന്താ സംഭവം അങ്ങനെ കാര്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. +1 ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. പിന്നെ +1ത്തെ മാത്സിൻ്റെ എക്സാം കുറച്ച് ടഫായിരുന്നു എന്ന് പറയും. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് കൂടിയ പോലെയായിരുന്നു തോന്നിയത്. അപ്പോൾ പിന്നെ അതേപിന്നെയാണ് ഞാൻ നിനക്ക് തോന്നി നിന്നെ കൊണ്ട് എന്തൊക്കെ നടക്കുന്നുള്ളത്. എല്ലാവർക്കും ടഫായ പരീക്ഷ നിനക്ക് കുറച്ച് എളുപ്പമായപ്പോൾ ഓക്കെ റെഡി. അപ്പോൾ പിന്നെ JEE പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അങ്ങനെ NIT കാലിക്കറ്റ് തന്നെയായിരുന്നു ഫസ്റ്റ് ലക്ഷ്യം ഉണ്ടായിരുന്നു. പിന്നെ IITയിലേക്കും. യെസ്, ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായത് കുറച്ചും കൂടെ മേലോട്ടേക്ക്. സോ ഇപ്പം മിൻഹാദിനൊക്കെ പോലെ തന്നെ IITയും വിചാരിച്ചാൽ കിട്ടും എന്നുള്ള മോഡലിലാണല്ലേ? ഓക്കെ റെഡി. ഇനിയിപ്പം നിങ്ങൾ ക്യാമ്പസിലെ എഡ്യൂപോർട്ടിൽ എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു 6 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഈസ് യർ റുട്ടീൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. ക്ലാസ് എടുക്കുന്നു, പിറ്റേ വന്നിട്ട് എന്താക്കുന്നു, പഠിക്കാമെന്ന് മാക്സിമം പഠിച്ച് തീർക്കുക, പിന്നെ എക്സാം പ്രിപ്പറേഷൻ, അത് എല്ലാവരുടെയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു പോർഷൻ കഴിയുന്ന ഒരു സമയമുണ്ട്, ഒരു നവംബർ മുതലുള്ള ഒരു 2-2.5 മാസം, അതെങ്ങനെയായിരുന്നു മിൻഹാദ് എങ്ങനെയാണ് ചെയ്തത്? എൻ്റെ കേസ് മീൻസ് ഇതാരും റെക്കമെൻഡ് ചെയ്യല്ല. പക്ഷേ അതൊക്കെ ഒരു തീരുമാനിക്കും. എൻ്റെ കേസ് പറഞ്ഞാൽ എൻ്റെ കേസ് പറഞ്ഞാൽ മീൻസ് നവംബർ ആ സമയത്ത് പോത്തിന് ഓൾമോസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സിലബസ് ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് സാധാരണ ആൾക്കാർ സമയം യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഞാൻ ക്വസ്റ്റ്യനെക്കാട്ടിയും കൂടുതൽ തിയറിയിൽ ഇനി ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് എന്താ വിശ്വാസം വെച്ചാൽ തിയറി കറക്റ്റ് മീൻസ് കൺസെപ്റ്റ് കറക്റ്റ് അറിയെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക്. അപ്പോൾ ഞാൻ കുറേ സമയം തിയറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മീൻസ് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ തിയറിയിൽ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത്. നിന്റെ ഒരു ഇതെന്താ വെച്ചാൽ
തിയറി കൺസെപ്റ്റ് ക്ലിയർ ആണ്, പിന്നെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ എന്ത് ചെയ്യും അവിടുന്ന് ഓവർ ചെയ്യുന്നത്. കോൺഫിഡൻസ് അല്ല, എന്നാലും ഒരു സമാധാനം. അല്ല, ദാറ്റ് ഈസ് വൺ തിങ്. എന്ത് പറഞ്ഞാലും തിയറി സ്ട്രോങ് ആവാതെ പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്ര റെക്കമെൻഡഡ് അല്ല, കാരണം തിയറി പെർഫെക്റ്റ് ആക്കാൻ നോക്കി ലാസ്റ്റ് സമയം കുറെ പ്രോബ്ലം ചെയ്യാനുള്ള എത്ര പെർസെൻറ്റേജ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ? 99.14. അതിൽ കുറച്ചൊക്കെ എന്താണ് പ്രോബ്ലം ചെയ്യാത്തതിന്റെ പ്രശ്നം ഉണ്ടാവാൻ ഉണ്ടാവും. എന്നാലും മീൻസ് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എന്നാലും ഇത് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യല്ല ഞാൻ, കാരണം പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ എൻ്റെ ഐഡിയ അതിന്. ഋഷികേഷിന്റെ ഞാൻ പിന്നെ അധികം PYQ ആണ് നോക്കിയത് ആ പോർഷൻ കഴിഞ്ഞതിന് ശേഷം. പിന്നെ തിയറിയും നോക്കുക എന്തായാലും. തിയറിൻ്റെ കൂടെയും തന്നെ PYQ ഒരു 2020 ബാക്കൗട്ടുള്ള PYQ കുറച്ചുകൂടി അന്നേരമൊക്കെയാണ് JEE ഒരു ടഫ് ആയിട്ടുള്ള. ഓക്കെ, അത് 2020 ശേഷമുള്ള നീ അധികം നോക്കിയിട്ടില്ല. നോട്ട് ദ പോയിന്റ് കേട്ടോ. ഓക്കെ, അതായത് 2020 ശേഷമുള്ളത് കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് അബൌവ് നീറ്റ് എന്നുള്ള ലെവലിലേക്ക് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പോകും. അപ്പം നീ അതിന് മുന്നേ ഉള്ള ടഫ് ആയിട്ടുള്ള PYQs ആണ്. മാത്സ് 2020 ശേഷമാണ് ടഫ് ആയിട്ട് വന്നത്. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും 2020 മുമ്പാണ്. ഓക്കെ, അപ്പം ഫിസിക്സ് കെമിസ്ട്രി 20 മുന്നേ ഉള്ള നോക്കി, മാത്സ് ഭയങ്കരമാണ്. ഓക്കെ, നിന്റെ കേസിലോ? ഞാനും PYQ തന്നെയാണ്. ഇതുപോലത്തെ ഡിവിഷൻ ഉണ്ടോ? 2020 മേലെയുള്ളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പിയർ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യും, കിട്ടാത്തതും കാര്യങ്ങളൊക്കെ. അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി. ഈ PYQ ഇപ്പം രണ്ടിലും നിങ്ങൾ ആൻസർ ആണ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് സോൾവിങ്, അല്ലെങ്കിൽ ഹൗ യൂസ്ഫുൾ ഈസ് സോൾവിങ് PYQs ഫസ്റ്റ് ഫോർ മെയിൻസ്? മെയിൻസിന് സത്യം പറഞ്ഞാൽ PYQ മാത്രം നോക്കിയാൽ മതി എന്നാണ്. അത് PYQ സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മെയിൻസിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്വാൻസിൻ്റെ കേസിലാണെങ്കിലോ? അഡ്വാൻസിന് കുറച്ചുകൂടി കൺസെപ്റ്റ് ആണ് വേണ്ടത്. കൺസെപ്റ്റ് അല്ലാണ്ട് PYQ പിന്നെ ഇനി അത് റിപ്പീറ്റ് ചെയ്യൊന്നുമില്ല. കൺസെപ്റ്റ് സെറ്റ് ആക്കാണ് അഡ്വാൻസിന് ഇമ്പോർട്ടൻറ്റ് PYQനേക്കാളും. ഇതിലെന്തെങ്കിലും എതിരഭിപ്രായം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, മീൻസ് അഡ്വാൻസിൻ്റെ PYQ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, മീൻസ് ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ പുറത്തുനിന്നുള്ള കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. പിന്നെ തിയറി ഓൾമോസ്റ്റ് പക്കാണെങ്കിൽ വലിയ സീനില്ലാതെ കിട്ടേണ്ടതാണ്. നിനക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ? PYQ ചെയ്യുമ്പോൾ അതിലോരോ ചെറിയ സ്റ്റെപ്പ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമല്ലോ, അപ്പം അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് മിസ്റ്റേക്സുകളാണോ ഉദ്ദേശിച്ചത്? അതും പിന്നെ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മെയിൻസിൻ്റെ 2-3 ക്വസ്റ്റ്യൻ ചേർന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഉപചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്നുള്ള ഷിഫ്റ്റ് ഒക്കെ ചിലപ്പോൾ അത് മെയിൻസിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ ആലോചിക്കണം. ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മീൻസ് അതിൻ്റെ ഒരു ചില പാട്ട് നമ്മൾ ചിലപ്പോൾ കാണാൻ പഠിച്ചൊക്കെ വെക്കേണ്ടി വരും. കാരണം അത് അങ്ങനത്തെ പ്രോബ്ലം വന്നാൽ അത് അങ്ങനത്തെ സ്റ്റെപ്പിൽ തന്നെ ചെയ്യേണ്ടി വരും. മീൻസ് നമുക്ക് എക്സാം ആളിന് എത്രത്തോളം അത് ആലോചിച്ച് അങ്ങനെ എത്താൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ചില സ്റ്റെപ്പ് മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുണ്ടാവും. ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നടുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് എങ്ങോട്ടും പോകാൻ പറ്റൂല എന്നുള്ളത് നമുക്ക് ചിലതൊക്കെ മറന്നുമായിരിക്കും, ചിലതൊക്കെ പ്രാക്ടീസ് ചെയ്തിലൂടെ. അല്ല, അത്രയും ബുദ്ധിയുള്ളവർക്ക് കിട്ടിയ എക്സാം ആണ് ആലോചിച്ചെത്തിയ. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഫാക്കൽറ്റീസ് പറയാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലേ ഉള്ളൂ, മീൻസ് നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഐഡിയ പോലും ഉണ്ടാക്കി തരും. അപ്പോൾ ആ ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളിത് കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പോൾ ജസ്റ്റ് അതേപോലെ ചെയ്താൽ മതി എന്നുള്ള ഒരു ഐഡിയ വരും. മനസ്സിലായി. ആൻഡ് ഇതിൽ വേറെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, തിയറി അധികം പഠിക്കരുത്, പകരം എന്താ വെച്ചാൽ പ്രോബ്ലം ചെയ്തിട്ട് എന്ത് ചെയ്യണം, തിയറി സ്ട്രോങ് ആക്കണം എന്നായിരുന്നു പറഞ്ഞത്. അത് ഞാനൊക്കെ കുറേ അങ്ങനെയായിരുന്നു. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം അന്ന് ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാനൊക്കെ പഠിക്കും +2ൻ്റെ കൂടെ ആകുമ്പോൾ. അപ്പോൾ അതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റും, നെഗറ്റീവ് വിട്ടും, അത് ഇതായിപ്പോവും. അപ്പോൾ അതെന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്ക് ക്ലിയർ. അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ തിയറി ഒരു സൈഡിൽ നിന്ന് പക്കയാക്കുക, പ്രോബ്ലം വേറെ, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് തിയറി സ്ട്രോങ് ആകുന്നുണ്ടായിരുന്നോ? ആദ്യം തിയറി തന്നെയാണ് പക്കയാക്കേണ്ടത്. ഓക്കെ, എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഫുള്ള് തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പ്രോബ്ലം തുടങ്ങിയത്. അല്ലാണ്ട് എനിക്കൊരു എന്താ പറയുക, പ്രോബ്ലം ചെയ്യാൻ ഒരു ഇത് കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ തിയറി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയാണ് പ്രോബ്ലം. ഹരിയുടെ കേസിലോ? എനിക്ക് തിയറി നോക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ പോണ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കൂടുതലും പ്രോബ്ലംസ് ആണ്. അപ്പോൾ എങ്ങനെയാ തിയറി എങ്ങനെ സ്ട്രോങ് ആകുക? പ്രോബ്ലം സ്റ്റക്ക് ആകുമ്പോൾ ഒക്കെ തിയറി നോക്കുകയാണ് ചെയ്യാം. സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കും. ഓക്കെ, അതായത് പ്രോബ്ലം സ്റ്റക്ക് ആകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്സ് എടുക്കാം. ഒരു ഇത് സ്റ്റക്ക് ആയിക്കാൻ ഒന്ന് നീ നിൻ്റെ നോട്ട്സും കാര്യങ്ങളും വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഇക്വേഷൻസും സാധനങ്ങളും കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് ഓക്കെ ഇതിങ്ങനെയായിരുന്നു. ഏത് അപ്രോച്ച് എടുക്കാറുള്ളത്? സൊല്യൂഷൻ നോക്കി. പിന്നെ നോട്ട്സിലേക്കുള്ള റെഫറിങ് അധികം ഉണ്ടാവില്ല. അധികം ഉണ്ടാവില്ല. ഓക്കെ, രണ്ടും
രണ്ടപ്രോച്ച്. ഞാൻ ഓൾമോസ്റ്റ് ഹരിയുടെ സെയിം അപ്രോച്ച് ആയിരുന്നു കേട്ടോ. അതായത് സംഭവം നോട്ട്സൊക്കെ അന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നോട്ട്സ് ഒന്നും കാര്യമായിട്ട് നോക്കിയില്ല. ഈ പ്രോബ്ലത്തിലൂടെ സൊല്യൂഷനിലൂടെ സാധനം ഒന്നും കൂടെ സെറ്റാക്കാം. വെരി റയർലി നമ്മൾ പഠിച്ച് ഇതിങ്ങനല്ലല്ലോ ഞാൻ പഠിച്ചത് എന്നുള്ളൊക്കെ കേസിലെ ഞാൻ ആ നോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ, മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ആൻഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് തോന്നുന്നത് കഴിഞ്ഞൊരു വർഷത്തിൽ? മിസ്റ്റേക്ക് പറഞ്ഞാൽ കുറേ സമയം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ട് മീൻസ് അടുത്തായോട്ട് മീൻസ് കുറേ സമയം അങ്ങനെ പോയി. എന്നാലും വലിയ രീതിയിൽ പോയില്ല, എന്നാലും അത്യാവശ്യം സമയം കുറെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോരുതെന്നാണ് ചുരുക്കി പറഞ്ഞാൽ. വീട്ടിൽ പോയിക്കോളി മീൻസ് നിങ്ങൾക്ക് ഒരു കൺട്രോൾ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി എന്തോ ചെയ്യാം. പക്ഷെ ഓവർ സമയം വേറെ സംഭവത്തിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ ഇതിനെ ബാധിക്കും. നിനക്കോ? ഞാൻ പിന്നെ ആദ്യം മുതലേ മെയിൻസ് കുറച്ചുകൂടി ഫോക്കസ് ആയിപ്പോയി. കുറച്ചൊരു അഡ്വാൻസ് ലെവലിൽ ആദ്യം മുതലേ തുടങ്ങണമെന്ന് ഇപ്പം തോന്നുന്നുണ്ട്, ഇപ്പം ചിന്തിക്കുന്ന നേരം. അത് ആ ഒരു പിന്നെ പക്ഷെ നിനക്കെപ്പോഴും IIT തന്നെയല്ല ആഗ്രഹം. അപ്പോൾ ഇവരുടെ കേസിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു NIT കാലിക്കറ്റ് ആണ് നമ്മളൊരു ആഗ്രഹം വെച്ച് തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് അതങ്ങ് ഉറപ്പിക്കുക എന്നുള്ളൊരു ചിന്ത വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിനക്കെന്താ അങ്ങനെ ഒരു ഇത് വന്നത്? തുടങ്ങിയ ശേഷം പിന്നെ എല്ലാവരും മെയിൻസിന് നോക്കുന്നു. അങ്ങനെ മെയിൻസിന് അധികം. അതായത് ഇപ്പം നിനക്ക് തോന്നില്ല അഡ്വാൻസിന് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മെയിൻസ് മാർക്ക് കുറച്ചും കൂടെ കൂടാനേ ചാൻസ് ഉള്ളൂ എന്നുള്ളത്? യെസ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. അതായത് ചില രീതിയായിരിക്കും ജനുവരി കഴിഞ്ഞിട്ട് അങ്ങ് നോക്കിക്കളെ, പക്ഷേ നോക്കിയാൽ കിട്ടുമായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ നല്ലത് കിട്ടണമെങ്കിൽ അല്ല നല്ല റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഇതിലേക്ക് തന്നെ പോകണം. ഹരി എന്താ? ഋഷി പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ എന്താ കുറച്ചും കൂടി നമുക്ക് മെയിൻസ് ഇപ്പോൾ എനിക്ക് തുടക്കത്തിൽ കുറച്ച് ഹാഫൊക്കെ ആയപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് അങ്ങനെ ഒരു തോട്ട് വന്നായിരുന്നു. പിന്നെയാണത് പിന്നെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക എന്താ അത്ര ടഫ് അല്ലായിരുന്നു. മെയിൻസ് തന്നെ പറ്റൂല തോന്നിട്ട് നിനക്ക്? ഇടയ്ക്ക് ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ജെയിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മിസ്കൺസെപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു? അതായത് ഈ പ്രിപ്പറേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഭയങ്കര സിമ്പിളാണ്, ഞാനെങ്കിൽ ഇരുന്നാൽ തീരും, അങ്ങനെ എന്തെങ്കിലും? അല്ല നിങ്ങളെ സർപ്രൈസ് ചെയ്ത് എന്ത് സാധനം ഈ ഒരു പ്രിപ്പറേഷനിൽ? എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ നോക്കിയില്ല ഞാൻ ജെയ് ലെവൽ. അപ്പോൾ മീൻസ് സ്കൂളിൽ രണ്ട് മൂന്ന് കുട്ടികൾ IIT NIT ഒക്കെ മീൻസ് ഞാൻ മീൻസ് ഞാൻ ഓലൊന്നും സ്കൂളിൽ കാണൽ കൂടിയില്ല, കാരണം ഓലൊക്കെ വീട്ടിൽ മീൻസ് ലീവ് എടുത്തിട്ട് ഫുള്ള് പഠിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഇത് വെച്ചാൽ ജെയ് പറഞ്ഞാൽ കുത്തിരുന്ന് പഠിക്കണം, നല്ല ടഫാണ്, നമ്മൾക്കിട്ടൊന്നും കൂട്ടിയാൽ കൂട്ടില്ല, മീൻസ് നല്ല ടഫായിട്ടുള്ള സംഭവിക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ പറഞ്ഞ് ജസ്റ്റ് ഒരു കൊല്ലം പോയൊക്കെ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല, എന്തായാലും കീമെങ്കിൽ കിട്ടേക്കോ. അപ്പോൾ ആ ഒരു ഇതിൽ പോവുകയാണ്. അല്ലാതെ മീൻസ് എന്തായാലും മീൻസ് ഏകദേശം ഉറപ്പിന് എന്ത് ഒരു കൊല്ലം കൊണ്ടൊന്നും നടക്കലുണ്ടാവില്ല. മീൻസ് തീരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ ഞാൻ കയറിയത്. പക്ഷേ പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ കേട്ട് പിന്നെ ഒപ്പരമുള്ളവരോട് മീൻസ് പിയർ ഗ്രൂപ്പിൽ മീൻസ് നമ്മൾ കുറച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ലേശം ഒരു ഐഡിയ കിട്ടും. ഇത്രയൊക്കെ ഉള്ളൂ എന്നല്ല, മീൻസ് ഓവർ കോൺഫിഡൻസ് അല്ല, എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും. ഇത്ര പറയുന്നത് നീ തുടങ്ങുമ്പോൾ നിനക്കിത് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പണിയെടുത്തപ്പോൾ ഒരു സ്റ്റേജ് എത്തും. ഇതും ഈ സെയിം സെൻറ്റൻസ് ആണ് ഷെയ്മു എന്നോട് പറഞ്ഞത്. അതായത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് കൂടിക്കൂടി വരിക എന്നുള്ളത്. അതായത് നിങ്ങൾക്കൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് നേരെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത് ഭയങ്കര എളുപ്പമായിരുന്നു, പിന്നെയാണ് മനസ്സിലായത് ടഫാണ്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിന്നെ സംഭവിച്ചത്. എളുപ്പമെന്നല്ല, ജെയ് മെയിൻസ് ലെവലിലേക്ക് നോക്കുമ്പോൾ അത്ര പണിയെടുത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിലൊരു 5 ക്വസ്റ്റ്യൻ ഒക്കെ ഏറിപ്പോയ ഒരു ടഫ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയും. ബാക്കിയൊക്കെ ജസ്റ്റ് ഫോർമുല ബേസ്ഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയതായിരിക്കും മെയിൻസ്. പക്ഷെ അഡ്വാൻസിലേക്ക് വരുമ്പോഴാണ് പിന്നെയും ടഫ്. അല്ലെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളിപ്പം +2 ഒക്കെ പഠിക്കുന്ന നമ്മൾ വിചാരിക്കും മെയിൻസ് മെയിൻസ് അതൊക്കെ വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരികയെന്ന്. പിന്നെ ഞാൻ +2 ലാസ്റ്റൊക്കെ ആരാണ് ഇതിൻ്റെ PYക്ക് എടുത്ത് നോക്കിയത്. അന്നേരമാണ് തിരിഞ്ഞത് നമുക്ക് ബോർഡ് എക്സാം ലെവൽ പോലും ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ചുകൂടി നോക്കിയാൽ നല്ലോണം കിട്ടുമെന്ന്. ഋഷി പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഞാനും +2 എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ 2 മാസം പ്രിപ്പയർ ജനുവരി കഴിഞ്ഞിട്ട് ലാബൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എനിക്ക് 95 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. മനസ്സിലായി. ഇതിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത എന്താ സാധനം ഉണ്ടായിരുന്നോ? വാട്ട് ഡിഡ് യു അണ്ടർ എസ്റ്റിമേറ്റ്? അതായത് കെമിസ്ട്രി ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഞാൻ കെമിസ്ട്രി എനിക്ക് +2 കെമിസ്ട്രിയിലായിരുന്നു കൂടുതൽ പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ കെമിസ്ട്രിക്ക് അധികം ഫോക്കസ് കൊടുത്തില്ല.
അതെങ്ങനെയായിരിക്കണം അപ്രോച്ച്? എല്ലാം ഈക്വലി ഫോക്കസ് ചെയ്യണം എന്നാണ്, അതായത് ഇതെല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ചില ആൾ പറയും കെമിസ്ട്രി നന്നായി ഫോക്കസ് ചെയ്യണം, ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായിരിക്കണം അതിൻ്റെ ഒരു റൈറ്റ് അപ്രോച്ച്? എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയും മെയിൻസ് ലെവലൊക്കെ. അപ്പോൾ അതിൻ്റെ ഫോർമുലയും ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫിസിക്സ് ഓൾമോസ്റ്റ് ഓവർ സമയം എടുക്കാതെ തീരും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ. കെമിസ്ട്രിയിൽ പിന്നെ ഇൻഓർഗാനിക് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണാൻ പഠിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ ഫസ്റ്റ് മുതലേ ഫുള്ള് കാണാൻ പഠിച്ച് വെക്കുക, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പേറ്റോ ഇരുന്നിട്ട് കാണാൻ പഠിക്കാൻ തുടങ്ങി ഇൻഓർഗാനിക് ഒക്കെ. പിന്നെ ഓർഗാനിക് ഒക്കെ മാക്സിമം റിയാക്ഷൻ മെക്കാനിക്സ് തന്നെ നോക്കിയാൽ ബെറ്റർ ആയിരിക്കും തുടക്കം മുതൽ തന്നെ. അല്ലാതെ ലാസ്റ്റിലേക്ക് വെച്ചിട്ട് നോക്കിയാൽ ഓർഗാനിക് ജസ്റ്റ് നമുക്ക് കുറച്ച് നെയിംഡ് റിയാക്ഷനൊക്കെ നോക്കാനേ കഴിയുണ്ടാവുള്ളൂ. അപ്പോൾ ഓർഗാനിക് കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതലേ റിയാക്ഷൻ മെക്കാനിക്സ് അതിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കി പോവുക. ഫിസിക്കൽ കേസാണ് ജസ്റ്റ് തിയറി നമുക്ക് കറക്റ്റ് മീൻസ് എന്താ നടക്കുന്നത് ജസ്റ്റ് മനസ്സിലാവും. അല്ലാതെ ജസ്റ്റ് എന്താണ് കുറച്ച് ഇക്വേഷൻ നമുക്കറിയാം, അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ ഇത് ഉത്തരം കിട്ടുന്നുണ്ട് എന്നല്ലാതെ കറക്റ്റ് എന്താണ് ഓരോ ഇപ്പോൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ കറക്റ്റ് കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാക്സിമം മനസ്സിലാക്കി എടുക്കാൻ കഴിയുമോ നോക്കുക ഉള്ള സമയത്തിട്ട്. അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് അഡ്വാൻസിൻ്റെ ഫിസിക്കലിൻ്റെ മീൻസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ വലിയ റെഫറൻസ് ബുക്കൊക്കെ എടുത്ത് പഠിക്കാനുള്ള സമയം ഉണ്ടാവും എന്ന് വെച്ചാൽ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു കാര്യമായിട്ട് നോക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്ലസ് ടു ഓൾമോസ്റ്റ് ഒരു ഐറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഇന്ത്യ കേസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് റെഫറൻസ് ബുക്ക് ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജസ്റ്റ് ഓവർ ഡൗട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ മാത്രം ആ ഭാഗം മാത്രം ജസ്റ്റ് എന്തെങ്കിലും നല്ല ബുക്ക് ഏറ്റവും റെഫർ ചെയ്യാന്നല്ലാതെ ബാക്കിയൊക്കെ ജസ്റ്റ് ക്ലാസ്സിൽ തരുന്നതൊക്കെ ഫോക്കസ് ചെയ്ത് മീൻസ് കറക്റ്റ് മനസ്സിലാക്കാൻ നോക്കുക. അല്ലാതെ വെറുതെ റോട്ട് ലേണിംഗ് ആക്കി എടുക്കരുത്. പുതിയ പുതിയ ടേംസ് ഒക്കെ വന്ന് ഇത് സത്യം കേട്ടോ. ഞാനൊക്കെ പഠിച്ച് NIT എത്തിയപ്പോൾ ചില ആൾക്കാർ പറയും ഇറുഡോവാണ് എന്നെ NIT എത്തിച്ചെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതോ മാഷ, പിന്നെ അത് ഒരു ബുക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഉണ്ട് അതൊക്കെ ഇറുഡോ എന്നൊക്കെ പറഞ്ഞു. നല്ല ബുക്ക് പക്ഷേ ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അതായത് ഈ ഇന്ന് ഏത് സബ്ജക്റ്റിന് വെയിറ്റേജ് കൊടുക്കണം എന്നുള്ള എന്തെങ്കിലും? അത് പിന്നെ ഓരോരുത്തരെ പോലെ ഇരിക്കും. എനിക്കിപ്പം നോക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഫിസിക്സാണ് കുറച്ചുകൂടി എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്നത്. പക്ഷെ അധിക ആൾക്കാരും പറയുന്നത് കെമിസ്ട്രിക്കാണ് പോലെ കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നി, കെമിസ്ട്രി ഫോക്കസ് ചെയ്യും. പക്ഷെ എനിക്ക് കെമിസ്ട്രി എന്താണെന്ന് അറിയില്ല, ബൈ ഹാർട്ട് പഠിക്കേണ്ടതെന്നാണ് അധികം ഞാൻ കെമിസ്ട്രിക്കാണ് എനിക്ക് നല്ലോണം. ഫിസിക്സ് ആണ് മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ടാവുക. കെമിസ്ട്രി എന്നിട്ട് പഠിക്കാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ മാർക്ക് ഇതിൽ മാത്സിൻ്റെ കേസിലോ, മാത്സ് പണ്ടൊക്കെ ഉണ്ടായിരുന്നേ. പണ്ട് എന്താ പറയുക വെച്ചാൽ മാത്സ് ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? 3 ക്വസ്റ്റ്യൻ ഒക്കെ മതിയോ? ശരി, കുറച്ചൊരു 10ന്റെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പെർസെൻറ്റേജിലേക്ക് എത്തുന്നുള്ളൂ അല്ലേ? ഹരിയുടെ കേസോ? ഞാനും പ്ലസ് ടു കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മാത്സ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ കെമിസ്ട്രിയിൽ കുറച്ച് അറ്റ് ദ കോസ്റ്റ് ഓഫ് കെമിസ്ട്രി അല്ലേ? ഓക്കെ. അപ്പം ശരിക്ക് ഒരു രീതിയിൽ ഇപ്പം ഋഷികേഷ് ആണെങ്കിലും കെമിസ്ട്രി കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്നുണ്ടല്ലോ. അതായത് നമുക്ക് ഇതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ചില സബ്ജക്റ്റിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരും. അപ്പം ചില ആൾക്കാർ മാത്സ് മാത്രം സോൾവ് ചെയ്യുന്ന അവിടെ ഇങ്ങനെ കാണാം. പക്ഷേ അറ്റ് ദ എൻഡ് എന്തായിരിക്കും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ പെർസെൻറ്റേജ് ചിലപ്പോൾ 98 മാത്സിൽ നല്ല ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സിനും ഇത് കൊടുക്കണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും ഏറ്റവും നന്നായി തീർക്കുക, എന്നിട്ട് മാത്സും കൂടെ. അപ്പം നീ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാറുണ്ട്, നിങ്ങൾ കമ്പാരിറ്റീവ്ലി വീട്ടിൽ പോകലൊക്കെ കുറവാണ്. അപ്പം എന്നാലും നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ആയത് എന്ത് ആക്ടിവിറ്റിയാണെന്ന് എനിക്ക് തോന്നിയത്? ടൈം വേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ടൈം വേസ്റ്റ് ആയിരിക്കെന്താ തോന്നുന്നത്? ടൈം വേസ്റ്റ് കൂടെ ഇരുന്നിരിക്കും. ഇപ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയട്ടോ, ക്ലാസ് പോകുന്നതാണ് ഏറ്റവും വലിയ ടൈം വേസ്റ്റ്, അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ കൂടെ ഇരുന്ന് പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റ് ദ എൻഡ് എനിക്ക് ടൈം വേസ്റ്റ് ആയിരുന്നു, അങ്ങനെയൊന്നും? അതെ, റൈറ്റ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടിയ സാധനമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത സാധനമാണെങ്കിലൊക്കെ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നിങ്ങളൊരു അപ്രോച്ച് എങ്ങനെയാണ്? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്തില്ല, നിങ്ങൾക്ക് അറിയാം ഇതെന്നെ കൊണ്ട് നടക്കൂല. അപ്പോൾ അത് നടക്കൂല പറഞ്ഞാൽ മാറ്റി വെക്കാറാണോ, ഇരുന്ന് അരമണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്യാറാണോ? എന്താ എൻ്റെ ഒരു മീൻസ് അങ്ങനത്തെ നമ്മൾക്ക് അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട് ഓൾറെഡി എന്താണ് നല്ല മീൻസ് നമ്മളെ കൊണ്ട് കഴിയാത്ത ക്വസ്റ്റ്യൻ ആണ് ഓരോ സമയം ഇട്ടോ ജസ്റ്റ് നോക്കുക. മീൻസ് കയ്യിലാണ്ടെങ്കിൽ അപ്പം തന്നെ വിട്ടിട്ട്
പിന്നെ ലാസ്റ്റിലേക്ക് വെച്ച് നോക്കാന്ന് ഇത് എക്സാമിന്റെ കേസെല്ലാം പറയുന്നത് അങ്ങനത്തെ ആണെങ്കിൽ ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് സമയത്താണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, മീൻസ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്രയും നോക്കുക. പിന്നെ ഒപ്പരം പഠിക്കുന്ന പോലെയാണ് ജസ്റ്റ് അപ്പുറത്തെ ആളോടൊക്കെ ഒന്ന് ജസ്റ്റ് എത്ര മിനിറ്റ് അതിന്റെ ആ ഒരു പ്രോസസ്സ് തുടങ്ങാം? മിനിറ്റ് എന്നല്ല, നമ്മളിപ്പോ നോക്കുക ക്വസ്റ്റ്യന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം നോക്കി, ഇക്വേഷനോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതൊക്കെ പറ്റി നോക്കി. എന്നിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ ഒന്നെങ്കിൽ സൊല്യൂഷൻ നോക്കാം, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളോട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചോദിക്കുക. സമയത്തിലേക്ക് അപ്പുറം നമുക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ പറ്റി നോക്കുക, അതന്നെ കറക്റ്റ്. ഇല്ലെങ്കിൽ സൊല്യൂഷൻ നോക്കുക, എന്നിട്ട് നടത്തിയില്ലെങ്കിൽ പിയർ ഗ്രൂപ്പിനോട് ചോദിക്കുക, എന്നിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കുക എന്നുള്ള ഒരു ലെവൽ. പക്ഷെ വിട്ടുകളയില്ല, സൊല്യൂഷനായിട്ട് ബെറ്റർ ഒപ്പരമുള്ളവരോട് ചോദിക്കണേ. കാരണം നമ്മളിപ്പോൾ സൊല്യൂഷനിൽ ഒരു മെത്തേഡ് നമ്മളതിൽ കാണും, പക്ഷെ അതിനെക്കാട്ടി ബെറ്റർ നമ്മളൊപ്പരമുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡിലാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ ടൈം കുറച്ച് കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ചെയ്യണവരുണ്ടെങ്കിൽ ഒപ്പരം മീൻസ് അഭിഷേകിനോടൊക്കെ മീൻസ് മാത്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ അഭിഷേക് വേറെ തന്നെ ലെവലിലേക്ക് അങ്ങനെയൊക്കെ ചെയ്തില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ജസ്റ്റ് സൊല്യൂഷനെ മാത്രം വിശ്വസിക്കല്ലാതെ ഒപ്പരമുള്ളവരെ അല്ലെങ്കിൽ സാർമാരോടൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചോദിക്കണമായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ, ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ? ഞങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരോട് പോവാം. എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഡൗട്ട് സോൾവിങ് എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും വീടിൻ്റെ അത്ര സൗകര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റലിൽ ചെയ്യാനാവില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുന്നു, 1, 2, 3 കിട്ടി, 4ാമത്തെ കിട്ടുന്നില്ല, ഈ പറഞ്ഞ പ്രശ്നത്തിലെത്തി. അപ്പോൾ അപ്പം തന്നെ പിയർ ഗ്രൂപ്പിനോട് ചോദിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ടാൻ പോകാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾക്ക് തോന്നാറുള്ളത്? അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് ചായ അടിക്കാൻ പോകുമ്പോഴൊക്കെയാണ് നിങ്ങൾ ചോദിക്കാറുള്ളത്? അല്ലെങ്കിൽ അങ്ങനെയാണോ? അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ജസ്റ്റ് അപ്പം ചോദിക്കുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ആൾക്കാരുടെ ഒപ്പനാണല്ലോ പഠിക്കുക, അപ്പൻ്റെ അപ്പം ചോദിക്കുമല്ലേ പിന്നെ ചോദിക്കാം. അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നു അതിലൊരു ഫ്ലെക്സിബിലിറ്റി ആൾക്കാർ കാണണം. ഇപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള പഠന രീതിയായിട്ട് കുറേ അഡ്വാൻറ്റേജ് ഹോസ്റ്റലിലുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം. ചില ആൾക്കാർക്ക് ഉറക്ക വായിച്ച് പഠിക്കണമായിരിക്കും. അങ്ങനത്തെ അതേപോലത്തെ ഒരു പ്രശ്നമാണ് എന്ത്, അപ്പം അത് തീർന്നിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു ഒബ്സഷൻ ഉള്ള ആൾക്കാർ. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. പിന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂട്ടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാർമാർ പ്രോബ്ലം സോൾവിങ് സെഷൻ നടത്തും. അപ്പോൾ സാർമാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. മീൻസ് ചില സമയത്ത് സാർമാർ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേയിലേക്കും. അപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കഷ്ടപ്പെട്ടും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ഒരു സാധനം കത്തിയാൽ അപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനത്തെ മെത്തേഡ് നമുക്ക് സാർമാർ കിട്ടുകയാണെങ്കിൽ അത് പഠിച്ചു വെക്കുക. പിന്നെ അങ്ങനത്തെ വരുമ്പോൾ ഓവർ എ പീരീഡ് അത് മെല്ലെ മെല്ലെ, അതായത് ബാക്കിയുള്ള ആൾക്കാർ ടീച്ചേഴ്സൊക്കെ സോൾവ് ചെയ്യുന്നതാണ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് അഡാപ്റ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പം ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂട്ടാൻ ഒന്നുമില്ല. ഓക്കെ. ഈ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതായിരുന്നു നിൻ്റെ? ലോവസ്റ്റ് യു ആർ മെൻ്റലി ഡൗൺ? മീൻസ് ടെസ്റ്റ് സീരീസ് ഒക്കെ തുടങ്ങുമ്പോൾ അത്യാവശ്യം മാർക്ക് കുറയുമ്പോൾ മീൻസ് ഡൗൺ ആവുന്നാലും എങ്ങനെയൊക്കെ പിടിച്ചൊക്കെ എന്തായാലും ഒരു കൊല്ലമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഡൗൺ ആയിട്ടും കഴിയില്ല, ഡൗൺ ആയാലും ആയില്ലെങ്കിലും ലാസ്റ്റ് നമ്മൾ പരീക്ഷയൊക്കെ എന്തായാലും അതേ കിട്ടുള്ളൂ. അപ്പോൾ ഡൗൺ ആയി നിൽക്കുകയാണെങ്കിലും, അതായത് നിനക്കപ്പോൾ ഒരു നവംബർ ഡിസംബർ സമയമായിരിക്കും. സമയമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചത്തോ പിന്നെ എണീച്ച് വരൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരെ പോകുമ്പോൾ അമ്മച്ചി ഇത് റെഡിയാക്കും, മീൻസ് വീട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ റെഡിയാവും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ എനിക്കൊരു സമാധാനത്തിന് വീട്ടിൽ പോയി വരുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയി നിൽക്കും. നിങ്ങൾ രണ്ടാളും ഋഷികേഷ് ഡൗൺ ആയ പോയിന്റ് എത്ര എപ്പോഴാണ്? ഫസ്റ്റ് മീൻസ് ലാസ്റ്റ് ഒരു മാസം എനിക്ക് തീരെ സുഖമില്ലാണ്ടായി. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഒരു മാസം ഫുള്ള്. അങ്ങനെ അന്നധികം പഠിക്കാനൊന്നും പറ്റില്ല, അന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ടെസ്റ്റ് സീരീസിൽ ഇപ്പോൾ ടോപ്പിക് വൈസ് അല്ലേ, അപ്പോൾ എനിക്ക് നമ്പർ തിയറി, കോമ്പിനേറ്റോർസ് അതൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എക്സാം വന്നപ്പോൾ എനിക്ക് മാർക്ക് നല്ലോണം കുറഞ്ഞിരുന്നു. അത് ഞാൻ വീട്ടുകാരോട് പറയുകയും ചെയ്തു. ഇപ്പോൾ വീട്ടുകാർ പിന്നെ അങ്ങോട്ട് കോഴിക്കോട് വരും വന്നപ്പോൾ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഡൗൺ ആവും, പക്ഷേ ഡൗൺ ആയിട്ട് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പരീക്ഷ എന്തായാലും നമ്മൾ എഴുതണം, എത്രയും പെട്ടെന്ന് തിരിച്ചപ്പോൾ. അതായത് ഇവരൊക്കെ 99 മുകളിൽ വാങ്ങിയ ആൾക്കാരാണ്, IIT അഡ്മിഷൻ കിട്ടിയ ആൾക്കാരാണ്. ഇവരെന്തിൻ്റെ ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. എത്രയും പെട്ടെന്ന് അപ്പാവാൻ എന്താണോ സൊല്യൂഷൻ അതെടുക്കുക. പിന്നെ വീട്ടിൽ പോകലാണ്, വീട്ടുകാരെ കാണലാണ്, ഈ വീട്ടിൽ തന്നെയായിരുന്നു സാധനം സെറ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ജേണിയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും റോങ് അഡ്വൈസ് എന്തായിരുന്നു? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ആൾക്കാരോടും ചോദിച്ചില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞത്, പിയർ ഗ്രൂപ്പ് പറഞ്ഞത് അത് പൊട്ടത്തേറ്റായിരുന്നു ഇപ്പോൾ തോന്നണേ?
ഒന്നുമില്ല. നിനക്കുണ്ടോ? എനിക്ക് ഇന്നിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടുതൽ ഫോക്കസ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഇത്ര വലിയ താല്പര്യമില്ല. മാത്സിനും ഒപ്പം തന്നെ ഫോക്കസ് കൊടുക്കണം തന്നെയാണ്. അതെ അതെ, എന്നാലേ നല്ല പെർസെൻറ്റേജിലേക്ക് എത്തുള്ളൂ എന്നുള്ളത് അല്ലേ. ഇപ്പം റിപ്പീറ്റ് തുടങ്ങിയിട്ടുണ്ട്. റിപ്പീറ്റ് ചില ആളുകൾ +2 പഠിക്കണം. കുറേ ആൾക്കാർ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ഓരോട് എന്തെങ്കിലും പറയാനുള്ള ഈ ഒരു സ്റ്റേജിൽ സ്ട്രഗ്ലിംഗ് ഇൻ ദ സെൻസ് ഉത്തരം കിട്ടുന്നുണ്ടാവില്ല, കോൺഫിഡൻസ് പോകുന്നുണ്ടാവും, മേ ബി ഫീലിംഗ് ലോ. ഉത്തരം കിട്ടില്ലെങ്കിൽ മീൻസ് തിയറി പഠിച്ചത് കറക്റ്റ് ആണോ നോക്കുക, തിയറി കറക്റ്റ് അല്ലെങ്കിൽ തിയറി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ടും കിട്ടില്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സെഷൻസോ ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ നോക്കുക. എന്നിട്ടും മനസ്സിലാവില്ലെങ്കിൽ ടീച്ചർമാരോട് ചോദിക്കുക എന്താ പ്രശ്നം എന്ന് കറക്റ്റ് ഓല് പറഞ്ഞു തരും. കാരണം ഓൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എല്ലാ തരം സ്റ്റുഡൻസായിട്ട് ഇതായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവും, കാരണം നമ്മളധികം +2 അധികം നോക്കാണ്ടൊക്കെ ആയിരിക്കും വരിക. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കുറയ്ക്കാണ്ടിരിക്കുക, ഇതേ എഫേർട്ട് ഇടുക, അങ്ങനെയാണെങ്കിലും അങ്ങനെ റെഡി ആവും. റൈറ്റ്. നിനക്ക് അത് തന്നെ, അതായത് തുടക്കത്തിൽ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. എഫേർട്ട് ഇട്ടുകൊണ്ട് ഇരുന്നാൽ അത് മെല്ലെ മെല്ലെ എന്തായിക്കോളും, റെഡി ആയിക്കോളും എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഈ JEE റാങ്ക് കിട്ടി IIT നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ് എന്താണ്? ഏറ്റവും ROI കിട്ടും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഹാബിറ്റ് ഏതായിരിക്കും? ഹാബിറ്റ് ഇൻ ദ സെൻസ് ചിലപ്പോൾ PYQ സോൾവിങ് ഒരു ആൻസർ പറയാം, അല്ലെങ്കിൽ തിയറി സെറ്റാക്കുക എന്നുള്ളതാവാം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്യുക, എന്തും ആവാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും എൻ്റെ കേസ് ഞാൻ തിയറി ഓൾറെഡി പറഞ്ഞു, തിയറിയിൽ തന്നെ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. ദിവസം ഞാൻ റിവൈസ് ചെയ്യാം, ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് റിവൈസ് ചെയ്യാം. ആ മുമ്പ് പഠിച്ചതൊക്കെ അല്ലെ, തലേന്ന് പഠിച്ചതാണോ കുറേ മുന്നേ പഠിച്ചത്? കുറേ മുമ്പ് പഠിച്ച ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. ഡെയിലി ഒരു പെർട്ടിക്കുലർ സമയം റിവൈസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. അതായത് മുന്നേ പഠിച്ച പലതും അതിനെന്തെങ്കിലും ഓർഡർ പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ? റാൻഡംലിയാണ് ചെയ്തത്? റാൻഡംലി. ഇന്നിപ്പോൾ എന്താ റിവൈസ് ചെയ്യാൻ തോന്നുമ്പോൾ പെട്ടെന്ന് മനസ്സ് കത്തും, തെർമോഡൈനാമിക്സ്, അതങ്ങോട്ട് റിവൈസ് ചെയ്യാന്നുള്ളതല്ലേ. എങ്ങനെയാ റിവൈസ് ചെയ്തത്? ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ക്ലാസ് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. പിന്നെ ഒരു പേജ് അങ്ങനെ ഉണ്ടാവും, ടൈമൊന്നും എടുക്കൂല. അത് നോട്ട്സ് വായിക്കുകയാണല്ലേ ഓർത്തെടുത്തിട്ട് നോട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുക? അത് നോട്ട്സ് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓർത്തെടുക്കുക. അങ്ങനെ നമ്മള് ഷോർട്ട് നോട്ട് തന്നെ ഇങ്ങനെ വായിച്ചു നോക്കുക, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓർത്തെടുക്കുക. അപ്പോൾ ഈ അന്നേരം ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ ഓർമ്മ വരുമോ? അങ്ങനെ പ്രോബ്ലം ആയിട്ടൊന്നും ഓർമ്മ വരില്ല, നമുക്കൊരു ഒരു പിക്ചർ മൈൻഡിൽ കിട്ടും. ഓക്കെ. ഷോർട്ട് നോട്ട് തന്നെ നോക്കിയാൽ തന്നെ നമുക്കൊരു ചാപ്റ്ററിന്റെ ഓവറായിട്ട്. നിനക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയാനായിട്ട് പിയർ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യണ്ടേ നമ്മളൊരു ടോപ്പിക്ക്, അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഈ ഒരു വർഷം മോട്ടിവേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എന്താ ഹെൽപ്പ് ചെയ്തേ? മോട്ടിവേഷനൊക്കെ വെറുതെ ഓവർ റേറ്റഡ് ആണ്. ഈ പ്രിപ്പറേഷനിൽ മോട്ടിവേഷൻ എന്താ? മോട്ടിവേഷനേക്കാളും കൺസിസ്റ്റൻസി ആണ്. അല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ എന്താ വാട്ട് ഹെൽപ്പ്? എന്തെങ്കിലും ഒരു ഇപ്പം ഓരോരുത്തർ, ഇപ്പം ഞാനിപ്പോൾ എന്തുകൊണ്ട് എഡ്യൂപോർട്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഐ ഹാവ് ഒരു ഡ്രീം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. അതായത് മോട്ടിവേഷൻ വീഡിയോ അല്ല, നമ്മൾ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തോട്ട്. ഞാനിപ്പോൾ JEE റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് CSR വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാവരെ പോലെ ആവണോ അതോ യൂണിക്കായിട്ട് ജീവിക്കണോ? അതാണ് അതൊക്കെ തഗ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലേ. റൈറ്റ്. ഭയങ്കര സംഭവം. അതായത് നിങ്ങളൊരു 1% ഉണ്ടാവുള്ളൂ കേരളത്തിൽ നിന്ന് ഈ ലെവലിലെത്തി. ഇനി അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞ യുണീക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുകയും ചെയ്യും. നിനക്ക്? എനിക്ക് ഫസ്റ്റ് മുതലേ ഒരു എവിടെയെങ്കിലും ഒരു IIT-യിൽ എയറോസ്പേസ് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അത് വർക്ക് ചെയ്ത് മീൻസ് നമ്മളിപ്പോൾ റൂമിൽ കിടന്ന് പറഞ്ഞാൽ ഒപ്പരമുള്ളവർ പഠിക്കുന്ന നമ്മൾ എന്തായാലും കാണും. മീൻസ് നമ്മളെ പിയർ ഗ്രൂപ്പ് മോട്ടിവേഷൻ മീൻസ് അരിയല്ല. മീൻസ് നമ്മളിപ്പോൾ റൂമിൽ സ്റ്റഡിയാൾ ഇരിക്കുന്നത്, ഒപ്പരമുള്ളവർ ഫുൾ ടൈം പഠിക്കുന്നത്, പിന്നെ നമ്മൾ മാത്രം ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്. മീൻസ് ഹോസ്റ്റലിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവണം അത്ര രീതിയിൽ ഇല്ല, കാരണം ഒപ്പരമുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും. ഓക്കെ, റൈറ്റ്. ആൻഡ് പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് നിങ്ങളെ ക്യാൻസർ. പക്ഷേ പാരൻസ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളവരൊക്കെ ഇതിൽ നിന്ന് വെച്ചിട്ട്? വാട്ട് ഷുഡ് പാരൻസ് അവോയ്ഡ് ഡൂയിങ്? ബാക്കിയുള്ളവരുടെ റാങ്ക് ഒന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. മീൻസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് തോന്നണ പോലെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാൻ കഴിയുന്നെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഓവർ കുട്ടിക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനെ നിന്നേക്കാളോ ഹരി മേലെ കയറിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അങ്ങനെ ചോദിക്കല്ലോ, പക്ഷെ അങ്ങനെ ചോദിക്കണമല്ലെങ്കിൽ ചോദിക്കണ്ടെന്ന് പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് അധികം പ്രഷറൊന്നും തന്നിക്കില്ല. അങ്ങനെ അധികം
പ്രഷർ തരുന്ന ആൾക്കാർ അറിയാം, അങ്ങനെ ഓല് പറയൂ വീട്ടിൽ നല്ലോണം പ്രഷർ ഉണ്ട് അങ്ങനെയാണ്. വീട്ടിൽ പ്രഷർ പോസിറ്റീവ് ആവാറുണ്ടോ? എനിക്കങ്ങനെ പ്രഷർ തന്നിട്ടില്ല. അല്ല, ബാക്കിയുള്ള ആൾക്കാർ അത് നെഗറ്റീവായിട്ടാണ് എന്തായാലും ബാധിക്കുക. കാരണം എൻ്റെ മാല എന്നൊക്കെ പറയും ചില അമ്മമാരൊക്കെ, എൻ്റെ മാല പണയം വെച്ചിട്ടാണ്, അതോടെ പിന്നെ എന്തായിരിക്കും ടെൻഷൻ കയറുള്ളൂ അല്ലേ നിനക്ക്? എനിക്കും അങ്ങനെ പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചേച്ചിയാണെങ്കിൽ ജയ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കാണിച്ചത് ചേച്ചിയാണ്. ചേച്ചി ഇപ്പം എന്താ ചെയ്യുന്നത്? ചേച്ചി എഞ്ചിനീയറിംഗ്. ഓക്കെ ഓക്കെ റൈറ്റ്. ആൻഡ് ഇതിൽ പാരൻസ് എന്താ, വാട്ട് ഷുഡ് ദേ അവോയ്ഡ്? പാരൻസ് അവോയ്ഡ് ചെയ്യേണ്ടത് കമ്പയറിങ് തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് കമ്പയറിങ് വിത്ത് അതേഴ്സ്, ആൻഡ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാനാണ്. പക്ഷേ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫുൾ ചിലപ്പോൾ ഒരു പാരൻസിൻ്റെ കോളൊക്കെ കഴിഞ്ഞിട്ടൊന്നും ആ ദിവസം പഠിക്കാത്ത കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം ആകെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹം കൊടുക്കുക. അതിൻ്റെ അപ്പുറമുള്ള എന്ത് കൊടുത്താലും മോസ്റ്റ് പ്രോബ്ലി നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കലുണ്ടാവും അല്ലേ. കുറച്ച് സ്പീഡിൽ ആലോചിക്കാതെ പറയണം കേട്ടോ, റാപ്പിഡ് ഫയർ ഒക്കെ പോലെ. യെസ്, 1 mistake every aspirant make. അല്ലെങ്കിൽ വേഗം പറയും. ഷോർട്ട് നോട്ട് ഉണ്ടാക്കാതിരിക്കുക. ഓവർ കോൺഫിഡൻസ്. അധികം പിവൈക്ക് ചെയ്യാതിരിക്കുക. ഓവർ കോൺഫിഡൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓവർ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കെമിസ്ട്രിയിൽ +2 അത്യാവശ്യം പേഴ്സൻറ്റേജുള്ള കാരണം ഞാൻ അത്തിരി ഓവർ കോൺഫിഡൻസ് ആയി പോയി. യെസ്, അതായിരിക്കും ചിലപ്പം JEE മെയിൻസിലൊക്കെ കുറച്ച് ഇതിലേക്ക് താഴാനുള്ള. 1 chapter every student should master. ഫിസിക്സിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. കാൽക്കുലസ്, മാത്സ്, കാൽക്കുലസ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്തുകൊണ്ടാണ്? ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് മീൻസ് ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ് തന്നെ അതിൻ്റെ ഐഡിയ കിട്ടും. പിന്നെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ എടുത്താലും വലിയ രീതിയിൽ അവർക്ക് ടഫാക്കാൻ കഴിയുന്ന എനിക്ക് തോന്നില്ല. ഇതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുക. അപ്പോൾ അത് പഠിച്ചാൽ എന്തായാലും റിട്ടേൺ, അതായത് പെട്ടെന്ന് മനസ്സിലാവും, പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ്. കെമിസ്ട്രി ആൾഡിഹൈഡ് കീറ്റോൺ പഠിച്ചാൽ ഓർഗാനിക് നല്ലൊരു ധാരണ കിട്ടും. ഇപ്പോൾ ഓർഗാനിക് എനിക്ക് തോന്നുന്നു മെയിൻസിലൊക്കെ ഓൾമോസ്റ്റ് 50% എന്തായിട്ടുണ്ട്, ഓർഗാനിക് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ. ആൻഡ് നിങ്ങളുടെ റിപ്പീറ്റിലെ ചെയ്യുമ്പോൾ തുടക്കത്തിലുള്ള നിങ്ങളോടില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാണ്ടേ? ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക, കുറച്ചുകൂടി നല്ലോണം കൺസെപ്റ്റ് നോക്കുക, കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു മെസ്സേജ്? കഴിയുന്നുണ്ടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണല്ലോ. അല്ല, ശരിക്കും ഇത് വേറെന്താ ഓപ്ഷൻ ഉള്ളല്ലേ? അങ്ങനല്ല, മീൻസ് ഓരോരുത്തർ ഐഡിയ പോലെ ചെയ്തോട്ടെ. പക്ഷേ മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാണ് എന്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാൽ അടിപൊളി, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാൽ എന്തായാലും അടിപൊളിയായിരിക്കും വിചാരിക്കും. എന്നാലും അത് കിട്ടും, നിങ്ങൾക്ക് ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ വലിയൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു NIT IIT ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ 1 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. പോയാൽ ചിലപ്പോൾ CET TKM എത്തും എന്നുള്ളതാണ് അല്ലേ? എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നത് എന്തായാലും വെറുതായിരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റും. പിന്നെ എഞ്ചിനീയറിങ്ങിനുള്ള ബേസിക്കും ഏകദേശം സെറ്റ് ആവുമല്ലോ. ഓക്കെ. ആൻഡ് ഈ ഒരു വർഷം കഴിഞ്ഞ ഇവിടുത്തെ എഡ്യൂപോർട്ട് ജീവിതത്തോടു കൂടി നിങ്ങളെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ പ്രധാന മാറ്റം എന്തായിരിക്കും? കുറച്ചേ സ്ഥലത്ത് ഇരുത്ത് പഠിക്കാനുള്ളൊരു ഇത് കിട്ടി. ഞാൻ ഇപ്പോൾ +2 സമയത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് നടന്ന് ബുക്ക് കൈമടിച്ച് നടന്നിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് പഠിക്കല്. അപ്പോൾ ഇരുന്നൊരു സമയത്ത് സാധനത്തിൽ ഫോക്കസ് ചെയ്ത് മണിക്കൂറുകളുള്ള ഇരുന്ന് പഠിക്കാനുള്ള ഈ സ്കിൽ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ദാറ്റ് ഈസ് സംതിങ്. എനിക്കൊക്കെ NIT കയറിയ നിമിഷം മിസ്സായ സാധനമാണത്. അത് മിസ്സാകാതിരിക്കുക. ഒരു സാധനത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഫോക്കസ്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ ഒന്നിൻ്റെ മുകളിൽ എന്താണ്, ഇന്ന് രാവിലെ മുതൽ ഒരു സാമ്പം തന്നെയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. നിനക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ ദിവസവും രാവിലെ എണീക്കുക, പഠിക്കുക, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ടൊക്കെ. എടാ, അതായത് ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിക്കാൻ പോവാണ്. എനിക്ക് പറയാനുള്ള 3, നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ കേൾക്കുന്ന ആളോടും പറയാനുള്ള ഈ 3 കാര്യങ്ങളും ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള സാധനം ഒരുപാട് നേരം കുത്തിരിഞ്ഞ് ഫോക്കസ് ചെയ്ത് ചെയ്യാന്നുള്ളത് IIT കിട്ടാൻ NIT കിട്ടാൻ മാത്രമേ ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്നിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് അടുത്തതാണ്. ആൻഡ് ലാസ്റ്റ് ഒരു ടാർഗറ്റ് വെക്കുക, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയെടുക്കുക എന്നുള്ളതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NIT or IIT കിട്ടാനുള്ള സ്കിൽസ് അല്ല, ലൈഫ് സ്കിൽസാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇതിലപ്പുറം എന്തില്ല ഇന്ന് നമുക്ക് പറയാനില്ല.
സോ താങ്ക് യു. ആൻഡ് ഇവർക്ക് ഞങ്ങളെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എവിടെ? നമ്മളുടെ കൂടെ പഠിച്ച് IIT-ലെത്തി ഈ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ഹെൽപ്പ് ചെയ്ത, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എഡ്യൂപോർട്ടിനെ ട്രസ്റ്റ് ചെയ്ത് ഒരു വർഷം നമ്മളെ ട്രസ്റ്റ് ചെയ്ത മിൻഹാദിന് ഒരു സ്നേഹ ഉപഹാരം, ഇത് എഡ്യൂപോർട്ടിൻ്റെ ടീഷർട്ടും പിന്നെ ഒരു ആമസോണിൻ്റെ ഗിഫ്റ്റ് ഓക്കെ. സോ താങ്ക് യു. ഏതെങ്കിലും IIT-യിൽ എയറോസ്പേസ് കിട്ടണം എന്നുള്ള ഡ്രീമുമായിട്ട് എഡ്യൂപോർട്ടിൽ റിപ്പീറ്റ് ചെയ്യാൻ വന്ന് ആ ഡ്രീം നേടിയെടുത്ത ഋഷികേശിന് എഡ്യൂപോർട്ടിൽ ഒരു സ്നേഹ സമ്മാനം, ഒന്ന് ടീഷർട്ടിൻ്റെ ചെറിയ ഗിഫ്റ്റും ഒരു ആമസോൺ ഗിഫ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം. വിചാരിച്ച സ്ഥലത്ത് എത്തണം. ISR ആണോ നാസയാണോ? ISR കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള ഇവൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്താന്നുള്ളത്. യെസ്, അങ്ങനെ തന്നെയാണ്. എനിക്ക് IIT റോക്കി എഡ്യൂപോർട്ടിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് അഡ്മിഷൻ കിട്ടിയാണ്. എനിക്ക് ഈ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്നത് സ്നേഹ സമ്മാനം, ആമസോൺ ഗിഫ്റ്റ് ഹൗസും എഡ്യൂപോർട്ടിൻ്റെ ടീഷർട്ടും. ഇടയ്ക്ക് IIT-യിൽ ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ.